മോനെ വലിയ കേൾക്കണ്ടേ കുഞ്ഞിന് ഇതാണ് കേട്ടോ പേസ്റ്റ്. കൊച്ചിൻ്റെ പേസ്റ്റാണേ, കൊച്ചിൻ്റെ പേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കൊച്ചിന് പല്ലി വെച്ച് കൊടുക്കണം കാണിച്ചു തരാം കേട്ടോ. എടി എടി നോക്കട്ടെ, നോക്ക് പല്ലി ആ നോക്കട്ടെ നോക്കട്ടെ ആ നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. പല്ലൊക്കെ മഞ്ഞ മഞ്ഞാന്ന് ഇരിക്കുന്ന പോലെയോ? അതാ കൊച്ചിൻ്റെ ബ്രഷാണ് ഇത് കണ്ടോ, കൊച്ചിൻ്റെ ബ്രഷാണ് കേട്ടോ. അപ്പോൾ കൊച്ചിൻ്റെ ബ്രഷിലാണ് തേച്ച് കൊടുക്കണത്. അതെ അതെ ഈ നോക്കട്ടെ 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 മമ്മ അല്ല അവിടെ ഈ ഈ ഈ ഈ നോക്കട്ടെ നോക്കട്ടെ അമ്മ. ഇതുപോലെ പാക്കറ്റിൽ ഇട്ട് ഞങ്ങൾ ഇടുന്നതാണ്. നോക്കട്ടെ 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 വായ കയറിയിട്ട് ഇവിടെ കയറി നിൽക്കുമ്പോൾ തുറക്കട്ടെ. വാ കയറിയിട്ടെ വാ തുറക്കട്ടെ. വാ 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 കേട്ടോ. കണ്ടോ വരണേ കേട്ടോ, എൻ്റെ കൊച്ചു കണ്ടോ വരുന്നതൊക്കെ നല്ല മോനാണ്. ഇവിടെ വാ, ഇവിടെ വന്നേ, ഇവിടെ വന്നേ, ഇവിടെ വന്നേ തുറക്കട്ടെ മമ്മ. വാ ഓടി വാ തുറക്കട്ടെ. വാ വന്നേ. വാ 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 ഇവിടെ വാ, ഇവിടെ വന്നേ പോലു, ഇവിടെ വാ വാ ഇവിടെ വന്നേ, ഇവിടെ വന്നേ വാ വാ ഇവിടെ വന്നേ, ഇവിടെ വന്നേ. അപ്പോൾ ഫ്രണ്ട്സ് അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞങ്ങൾ ഗുളികയുണ്ട് കേട്ടോ, അപ്പം കൂടെ അവിടെ കൊടുക്കുന്നതാണ്. പിന്നെ വരണം അവൻ പഠിക്കും. തുറക്കട്ടെ അവിടെ ഇത് ഇരുന്ന് എന്താ തുറക്കട്ടെ തുറക്കട്ടെ അവിടെ ഇരിക്കും. ഇവിടെ ഇവിടെ വാ. ഇതൊക്കെയാണ് രാവിലത്തെ പരിപാടിയെ ഞങ്ങൾ കടിയും അടേ വായ അല്ലെങ്കിൽ കൊള കൊള. അപ്പൊ കൊച്ചിന്റെ ഈ പേസ്റ്റ് എടുത്തിട്ടാണ് തുടച്ചത് കേട്ടോ, കഴുകിയത്. ടീത്ത് ബ്രഷ് ചെയ്തത് ഇതാണ്. അവൻ്റെ ഗന്ധിഷ്ടം കണ്ടല്ലോ. രാവിലേക്ക് ഇതാണ് പരിപാടി നമ്മുടെ, കണ്ടില്ലോ. എല്ലാവർക്കും ടാറ്റ കൊടുത്ത പൊന്നു, ടാറ്റ കൊടുത്ത് എല്ലാവർക്കും ടാറ്റ കൊടുത്ത പൊന്നു, എല്ലാവർക്കും ടാറ്റ കൊടുത്ത് ടാറ്റ ടാറ്റ. അത് ഇവിടെ 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 ടാറ്റ കൊടുത്ത് ടാറ്റ എന്ന് പറഞ്ഞ് കൊടുത്തേ പൊന്ന്. കണ്ടല്ലോ ഫ്രണ്ട്സ്, ഞങ്ങൾ പല്ല് കാണിച്ചു കൊടുത്തേ പൊന്ന്, പല്ല് കാണിച്ചു കൊടുത്ത്. എങ്ങനെയാണ് പല്ല്? ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ, പല്ല് കാണിച്ചു കൊടുത്ത്. കണ്ടോ പല്ല് കാണിക്കുന്നത് കണ്ടോ, കൊച്ച് പല്ല് കാണിക്കുന്നത് കണ്ടോ. എല്ലാവർക്കും പല്ലൊക്കെ ഇഷ്ടപ്പെട്ടോ? അടുക്കളയിലാണ്. രാവിലെ എണീറ്റതാണ്. രാവിലെ 5:30 എണീറ്റിട്ട് അച്ഛന് പിണ്ടി ജ്യൂസ്, അംല ജ്യൂസ്. പിണ്ടി ജ്യൂസ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റൂല കേട്ടോ, കാരണം അപ്പം ഉള്ളത് അപ്പം അടിച്ചെടുക്കാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ കറുത്ത് പോകുമല്ലോ. അംല ജ്യൂസൊക്കെ, അംലയും കുമ്പളങ്ങ ജ്യൂസൊക്കെ നമുക്ക് അടിച്ചു വെക്കാം. പക്ഷേ പിണ്ടി ജ്യൂസ് അങ്ങനെ അടിക്കാൻ പറ്റില്ല. അത് അപ്പം എണീറ്റ് വന്ന് ഞാൻ ഡെയിലി അടിക്കുന്നതാണ്. അതൊക്കെ കൊടുത്തു. പുള്ളിക്ക് ഗ്രീൻ ടീ ഒക്കെ കൊടുത്തു. എല്ലാം കഴിഞ്ഞതിന് ശേഷം മോനെ പല്ല് കേൾക്കലും ഒക്കെ ആയി. അപ്പോൾ മോൻ്റെ ഇന്നത്തെ സൺഡേ ബാത്തൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി കയറിയപ്പോഴാണ് അവൻ വന്ന് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ അവന് പല്ല് കേൾക്കുന്നതും ഒക്കെ എടുത്തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യുക കേട്ടോ, ലൈക്കൊക്കെ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ് അവനെ പല്ല് തേക്കുന്നതും ഒക്കെ ആയിട്ട്. അപ്പോൾ രാവിലെയുള്ള ഗുളിക അവന് വെറും വയറ്റിൽ കൊടുത്തു കേട്ടോ. ഇനി ഗ്യാസിൻ്റെ ഗുളികയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റുള്ള ഗുളികകൾ ഭക്ഷണം കൊടുക്കുമ്പോൾ കൊടുക്കും. പിന്നെ അവന് ഇന്നലെ 1-ാം തീയതി കൃമിയുടെ മരുന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 4 ഗുളികയുണ്ട്. അപ്പം ഞാനത് കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം 7-ാം തീയതി ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടോ. ഇന്നലെ ഞങ്ങളെ വിളിച്ചായിരുന്നു ഡോക്ടർ. അപ്പോൾ 7-ാം തീയതി ഇഞ്ചക്ഷൻ എടുക്കാമല്ലേ. 7-ാം തീയതി എടുക്കുന്ന ഇഞ്ചക്ഷൻ ആദ്യത്തെ ഇഞ്ചക്ഷനാണ് കേട്ടോ. അതിന് 3 എണ്ണം ഉണ്ട് വർഷത്തിൽ.
പക്ഷേ ആദ്യത്തെ ഇഞ്ചക്ഷൻ 7-ാം തീയതി. അപ്പോൾ കൃമിയുടെ മരുന്ന് ഞാൻ കാണിച്ചു തരാം, മേടിച്ച് വച്ചിട്ടുണ്ട് കൃമിയുടെ മരുന്ന്. അപ്പോൾ ഇത് 4 എണ്ണം ഒന്നിച്ച് കൊടുക്കണം. ഇതാണ് 4 എണ്ണം ഒന്നിച്ച് കൊടുക്കണം കേട്ടോ. ഇത് ഞങ്ങൾ മേടിച്ച് വച്ചിരിക്കുന്നതാണ്. ഇന്നലെ ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു 1-ാം തീയതി കൊടുത്താൽ മതി. കാരണം ജൂലൈ 7-ാം തീയതിയാണ് ഇവൻ്റെ ഡേറ്റ് ഇഞ്ചക്ഷൻ്റെ. അപ്പോൾ നമ്മൾ ജൂണിലേ എടുക്കും. ജൂൺ ഒരു 7-ാം തീയതി ഒക്കെ ആകുമ്പോൾ നമ്മൾ എടുക്കും. നമുക്ക് ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് എടുക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ജൂലൈ 7-ാം തീയതിക്കുള്ള ഇഞ്ചക്ഷൻ ജൂണിലേ എടുക്കും. അപ്പോൾ അടുത്ത വർഷം നമ്മൾ ജൂണിൽ എടുക്കേണ്ടത് മെയ്യിൽ എടുക്കും. അങ്ങനെയാണ്. അപ്പോൾ ജൂണിൽ 7-ാം തീയതി ഒന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 20 ദിവസം കഴിഞ്ഞ് വേറൊരു ഇഞ്ചക്ഷൻ, പിന്നെയും ഒരു 20-22 ദിവസം കഴിഞ്ഞാൽ ഒരു ഇഞ്ചക്ഷൻ. അപ്പോൾ അവന് ജൂലൈ ഓഗസ്റ്റോടെ അവൻ്റെ ഇഞ്ചക്ഷൻ 3 എണ്ണം കഴിയും കേട്ടോ. അപ്പോൾ ഇതാണ് കൃമിയുടെ മരുന്ന്. അപ്പോൾ ഇത് ഞങ്ങൾ കൊടുക്കാൻ വേണ്ടി മേടിച്ച് വച്ചിരിക്കുന്നത്. പിന്നെ അവൻ്റെ ആദ്യമേ ഇതാണ് അവൻ്റെ വാക്സിനേഷൻ ബുക്ക് കേട്ടോ. ഇത് കണ്ടോ, വാക്സിനേഷൻ ബുക്കുകളാണ്. അവന് ഏതൊക്കെ ഇഞ്ചക്ഷൻ കൊടുക്കണമെന്ന് ഇപ്പോൾ ഇതിലാണ് എഴുതുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ന് പറഞ്ഞാൽ ഇവന് ഇത് കണ്ടോ, അവൻ ആദ്യം നമ്മൾ കൊടുത്തത് ഒരു ഡോക്ടറിനെയാണ്, ചെറിയൊരു ഡോക്ടറിനെയാണ് നമ്മൾ കാണിക്കുന്നുണ്ടായത്. ഒരു ലേഡി ഡോക്ടറെയാണ് കാണിച്ചത്. അപ്പോൾ അത് കുറച്ച് ദൂരെയാണ്. അന്നേരം ഈ ഡോക്ടർ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അവരുടെ ബുക്കുകളാണ്. കാരണം അവർ ഇഞ്ചക്ഷൻ കൊടുത്തത്, അവർ മരുന്ന് കൊടുത്ത കുഞ്ഞു നാളിലെ കൊണ്ടുവന്നപ്പോൾ നമ്മൾ ഒരു ലേഡി ഡോക്ടറെ കാണിച്ചിരുന്നത്. അപ്പോൾ അവർ കൊടുത്തതൊക്കെയാണ് ഇത് കേട്ടോ. ഇപ്പോൾ ഈ ഡോക്ടർ കൊടുക്കുന്ന ബുക്ക് വേറെയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ്. ഇത് ലേഡി ഡോക്ടറിൻ്റെയാണ്. ഇപ്പോൾ അവരെ നമ്മൾ കാണിക്കാറില്ല, ഒത്തിരി ദൂരമാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഈ ഡോക്ടറാണ് കൊടുക്കുന്നത്. അപ്പോൾ അവൻ്റെ ഇഞ്ചക്ഷൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, അവൻ്റെ ഇഞ്ചക്ഷൻ്റെ ഡേറ്റ് 7-ാം തീയതിയാണ്. കണ്ടോ, ജൂലൈ 7-ാം തീയതിയാണ്. അപ്പോൾ ജൂലൈ 7-ാം തീയതി എന്നുള്ളത് നമ്മൾ ജൂൺ 7-ാം തീയതി എടുക്കും. അപ്പോൾ 1-ാം തീയതി മരുന്ന് കൊടുക്കും. അങ്ങനെ ഇവൻ്റെ ഓരോ ഇഞ്ചക്ഷനും ഇതിൽ എഴുതുകയും പിടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അല്ലാതെ ഈ കുട്ടികൾക്ക് നമ്മൾ ഇത് കൊടുക്കൂലേ, കുട്ടികൾക്ക് പോളിയോ കൊടുക്കുമ്പോൾ നമ്മൾ എഴുതി വെക്കൂലേ എന്ന് പറഞ്ഞ പോലെ കേട്ടോ. അപ്പോൾ ഈ ബുക്കൊക്കെ അത്യാവശ്യമാണ്. കാരണം ബൈ ചാൻസ് നമ്മൾ ഫ്ലൈറ്റ് വരികയോ ഇവനെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ബുക്കുകളൊക്കെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ആദ്യം മുതൽ ഡോക്ടറിനെ കാണിക്കുന്ന ബുക്കുകളൊക്കെ സൂക്ഷിച്ച് വെക്കുക. ഇത് ആദ്യത്തെ ഡോക്ടർ, അതായത് ഇവനെ കണ്ണ് തുറക്കാത്തപ്പോൾ ചെറുപ്പത്തിലെ കൊണ്ടുവന്നപ്പോൾ ഒരു ലേഡി ഡോക്ടറെ കാണിച്ച ബുക്കുകളാണ് ഇതൊക്കെ. ഈ ഡോക്ടറിൻ്റെയാണ്. അപ്പോൾ അത് നമ്മൾ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് ആദ്യം മുതലേ ഉള്ളത്. ഇപ്പം നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് ഡോക്ടർ വന്നപ്പോൾ നമ്മൾ പിന്നെ ലേഡി ഇത്രയും ദൂരെ കൊണ്ടുപോകണ്ടേ, അപ്പോൾ അത് കൊണ്ടുപോകാതെ പിന്നെ നമ്മുടെ അടുത്തുള്ള ഡോക്ടറെയാണ് കാണിക്കുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഇതൊക്കെ ഇഞ്ചക്ഷൻ ഇപ്പോൾ ഇത്രയൊക്കെ എടുത്തത്. അപ്പോൾ നമ്മൾ എല്ലാ വർഷത്തും ഉള്ളത് ബുക്കിൽ ഇങ്ങനെ അറ്റൻഡ് ചെയ്തിടും. ഇനിയിപ്പോൾ 7-ാം തീയതി വരുന്നത് ഇവിടെ എഴുതും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇവൻ്റെ ബുക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ഐഡിയകൾ വച്ചിരിക്കണം. അതുപോലെ നമുക്ക് ഇവന് ആധാർ കാർഡിൻ്റെയൊക്കെ ഇത് വേണം കേട്ടോ. അല്ല എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പെറ്റിനും ഇതുപോലെ നമ്മുടെ ആധാർ കാർഡൊക്കെ കൊടുത്താണ് എല്ലാ കാര്യം. അപ്പോൾ അതൊക്കെ ചോദിക്കും കേട്ടോ. ഈ ഹോസ്പിറ്റൽ സംബന്ധമായി പെറ്റിനെ നമ്മൾ കറക്റ്റായിട്ട് കാണിക്കുമ്പോൾ ഹോസ്പിറ്റൽ സംഭവമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ ആധാർ കാർഡൊക്കെ കൊടുക്കേണ്ടിയിരിക്കും. അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവന് ഇനി 1-ാം തീയതി കൊടുക്കും ഞാൻ. കൊടുത്തിട്ട് എല്ലാം നല്ല ക്ലിയറായിട്ട് അവൻ്റെ ഇഞ്ചക്ഷനും കാര്യങ്ങളും ഒക്കെ നടക്കും. അപ്പോൾ കൊച്ചിങ്ങനെ നോക്കിയിരിക്കുന്നതാണ്. ഇത് കണ്ടില്ലേ. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക. ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഡെയിലി വീഡിയോ ഇടേണ്ട ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളൊരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്നൊരു ഹായ് കൊടുത്തേ മോനോ, കൊടുത്തേ. ഹായ് ചോദിച്ചാൽ ഇരുന്നൊക്കെ തരൂളേ. ഒരു ഹായ് കൊടുത്തേ. ഹായ്. ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. എങ്ങനെ കൊടുക്കുന്നേ മമ്മ? ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ഒന്ന് ഒരു ബൈ കൊടുത്തേ. ബൈ മമ്മി. വൈൻഡ് അപ്പ് ചെയ്യണം. ഒരു ടാറ്റ ടാറ്റ ടാറ്റ. എല്ലാ ആൻറ്റിമാർക്കും അങ്കിൾമാർക്ക് ചേച്ചിമാർക്ക് ചേട്ടന്മാർക്കും ഒക്കെ ഒരു ടാറ്റ കൊടുത്തേ. ടാറ്റ ടാറ്റ. ഈ കൈ കൊണ്ട് കൊടുത്തേ. ടാറ്റ ടാറ്റ ടാറ്റ. ശരിക്കും കൊടുക്കുക. ടാറ്റ ടാറ്റ. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ കണ്ടില്ല, ചേച്ചിമാരൊന്നും കണ്ടില്ല. ടാറ്റ ടാറ്റ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. നാളെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും പൊന്നോ ഇങ്ങോട്ട് നോക്ക്. അതുവരേക്കും ഇങ്ങോട്ട് നോക്ക്. ക്യാമറയിലേക്ക് നോക്ക്. അതുവരേക്കും ബൈ. ക്യാമറയിലേക്ക് നോക്കി.